ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൊത്തവരക്ക ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് കടയിലൊക്കെ നല്ല ചീപ്പായി കിട്ടുന്ന സമയത്ത് വെയിലുള്ള സമയമൊക്കെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മഴക്കാലത്തൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ അത് ഇങ്ങനെ കഴുകി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നിറയണമെന്ന് വെച്ചാൽ നിറയണം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കൊത്തവര എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് നന്നായിട്ട് തിളക്കട്ടെ. എന്നിട്ട് കൊത്തവരയ്ക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാം. ഉപ്പിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട്. നിറയെ വെള്ളമൊന്നും വെക്കണ്ട. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രമേ ഉള്ളൂ. വേവിക്കണമെന്നും ആവശ്യമില്ല. നമുക്ക് കൊത്തവരയ്ക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇട്ടത് കേട്ടോ. ഇത് നമുക്ക് നിറയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പീര് വയ്ക്കുക, അല്ലെങ്കിൽ പൊരിയിൽ വയ്ക്കുക. ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ വെണ്ടയ്ക്ക അങ്ങനെ ചെയ്യാൻ പറ്റില്ല. വെണ്ടയ്ക്ക കട്ട് ചെയ്തിട്ട് നമുക്ക് വെയിലത്ത് ഉണക്കിയ ശേഷം മാത്രം ഉപ്പിട്ടിട്ട് വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. കൊത്തവരയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് തട്ടിലേക്കാക്കിയിട്ട് വെയിലത്ത് ഉണക്കാം. ഇത് തട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കൊത്തവരയ്ക്ക ഒന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നല്ല വെയിലത്ത് വെച്ച് 4 ദിവസം നല്ലോണം ഉണങ്ങുന്നവരേക്ക് വയ്ക്കണം. കൊണ്ടാട്ടപ്പം ഉണക്കണത് അറിയാമല്ലോ. അപ്പം അതുമാതിരി നമുക്ക് വയ്ക്കാം. മീനക്കുട്ടി വന്നിട്ടുണ്ട്. മീനക്കുട്ടി ഫുഡൊക്കെ കഴിച്ചെത്തി. ഇത് നല്ലതുപോലെ പരത്തി വെച്ച ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കണം. പിന്നെ നല്ലതുപോലെ പരത്തി വയ്ക്കുക. നല്ല വെയിലത്ത് വെച്ച് ഉണക്കുക. തുണി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ. നല്ല വെയിൽ കൊള്ളണം, അല്ലെങ്കിൽ അത് കേട് വരും. ഇത് ഞാൻ വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മുടെ കൊത്തവരക്കയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കൊണ്ടാട്ടം കണ്ടോ, നല്ലതുപോലെ കലകലാന്ന് ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് ഞാൻ ഉണ്ടാക്കിയത് കാരണം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇത് നമുക്ക് വറക്കാം കേട്ടോ. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചൂടായിട്ട് ഒന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എണ്ണ ചൂടായിട്ടുണ്ട്. കാണിച്ചില്ലെന്തോ ഉപ്പിട്ടൊക്കെ ഉണക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ. നല്ലങ്ങനെ വറുക്കാം. സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ കൊത്തവരയ്ക്ക് വെണ്ടയ്ക്കൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഉണക്കി വയ്ക്കുക. മഴ സമയത്ത് നമുക്കൊന്നും കറികളില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇതൊക്കെ വറുത്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായി. എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. സൂപ്പറായി റെഡിയായി കൊത്തവരയ്ക്ക. ഇതാണല്ലേ. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. ഇതാണ് ചൂടാറിയ ശേഷം ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അടുത്ത വീഡിയോ കാണാം.